മന്ത്രിസഭയിലെ അംഗമായ ക്യാബിനറ്റ് മിനിസ്റ്ററായിരിക്കുന്ന KB ഗണേഷ് കുമാറിന്റെ വസതിയിലേക്കാണ് കേരളത്തിലെ CPIM-ഉം കേരളത്തിലെ DYFI മാർച്ച് നടത്തേണ്ടത്. ആരോപണത്തിന്റെ പേരിൽ മാർച്ച് നടത്തിയാൽ മൂന്നാമത് മാർച്ച് നടത്തേണ്ടത് CPIM-ന്റെ MLA ആയിട്ടിരിക്കുന്ന M മുകേഷ് MLA-യുടെ വസതിയിലേക്കാണ്. നാലാമത്തെ മാർച്ച് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന ശ്രീ P ശ്രീരാമകൃഷ്ണന്റെ വസതിയിലേക്കാണ്. ആ കേരളത്തിലെ ഗുണ്ടകളുടെ ഈ DYFI-യോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ അഞ്ചാമത്തെ മാർച്ച് നടത്തേണ്ടത് ഈ കേരളത്തിനകത്ത് നിങ്ങളുടെ മുൻ മന്ത്രിയായിരുന്ന ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ വസതിയിലേക്കാണ്. ആ ഗുണ്ടകളെ DYFI-യുടെ കോൺഗ്രസ് പറയുന്നു, നിങ്ങൾ ആരോപണത്തിന്റെ പേരിൽ ആറാമത്തെ മാർച്ച് നടത്തേണ്ടത് നിങ്ങളുടെ മുൻ മന്ത്രിയും സംസ്ഥാന CPIM-ന്റെ സെക്രട്ടേറിയറ്റ് മെമ്പറും നിങ്ങളുടെ CPM-ന്റെ സംസ്ഥാന സമിതി അംഗവുമായ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വസതിയിലേക്കാണ്. 25 വർഷമായി ആദർശ കേരളത്തിന്റെ അമരക്കാരനായ പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് നിങ്ങൾ മാർച്ച് നടത്തി കേരളത്തിൽ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ഭയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ ഈ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കൊടുങ്കാറ്റായിട്ട് ആഞ്ഞടിക്കുമെന്ന് ഈ മൂവാറ്റുപുഴ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഏതെങ്കിലും ഒരു ആരോപണം ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു FIR പോലും കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് ഇടുന്നതിന് മുമ്പ് ആരോപണം വന്ന് 24 മണിക്കൂറിനകം രാജിവെച്ചൊഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ പാർട്ടി തീവ്രത ഇളക്കാൻ പോയിട്ടില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് തീവ്രത ഇളക്കുന്ന